ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ലാസ്റ്റ് വീക്കിലെ, അതായത് 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള നമ്മുടെ VIP സിഗ്നലിൽ കൊടുത്തിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ VIP ഗ്രൂപ്പിൽ പലതരത്തിലുള്ള ക്ലയൻസ് ആണ് ഉള്ളത്. ചില ആളുകൾ വളരെ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് 10 പിപ്സ് 20 പിപ്സ് ഒക്കെ മാത്രം വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ TP2 TP3 അതായത് 40 പിപ്സ് 60 പിപ്സ് ആ ഒരു ലെവലിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ TP4 വരെ, അതായത് ട്രെയിലിംഗ് SL ഒക്കെ വെച്ചിട്ട് TP4 വരെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആൾക്കാർ SL പോലും ഇല്ലാതെ ലോങ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പ്രോപ്പർ SL വെച്ച് ട്രെയിലിംഗ് യൂസ് ചെയ്യാതെ മാക്സിമം എത്ര പ്രോഫിറ്റ് അവർക്ക് ആ ഒരു സിഗ്നലിൽ നേടാൻ പറ്റുമോ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും നമ്മുടെ VIP ചാനലിൽ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇൻട്രാഡേ സിഗ്നൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 to 15 സ്റ്റോപ്പ് ലോസ് വരുന്നത്. മിനിമം ഒരു $100 ഉള്ള ഒരാൾക്കും ഗോൾഡിൽ XIUSD 0.01 ലോട്ട് സൈസ് എടുത്തിട്ട് നമ്മുടെ സിഗ്നൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്നത് എപ്പോഴും എല്ലാ സിഗ്നലും നമുക്ക് കറക്റ്റ് ആയിട്ട് പോയിക്കൊള്ളണമെന്നില്ല. ചില ദിവസം ഒരു സിഗ്നലൊക്കെ ചിലപ്പോൾ SL ഹിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഒരു 10 ടിപ്സ് പോലും പോവാതെ ഹിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ റിസ്കിലേക്ക് വരുന്നത് സേഫ് ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് 10 to 20 പിപ്സ് വരെ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് അത്രയും ഒന്നും പോവാതെ ഒരു SL ഹിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഓവറോൾ ലോസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഒരു 40 പിപ്സ് എങ്കിലും മിനിമം ഒരു സിഗ്നലിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഓവറോൾ പ്രോഫിറ്റ് നമ്മുടെ സിഗ്നൽ ബേസ് ചെയ്തിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ TP4 കഴിഞ്ഞ് എക്സ്ട്രാ ബോണസ് പോലെ വരുന്ന പ്രോഫിറ്റും ഒക്കെ ഏൺ ചെയ്യുന്ന ആളുകൾക്കാണ് എപ്പോഴും ഒരു ഓവറോൾ നല്ല പ്രോഫിറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ VIP സിഗ്നലിന്റെ പ്രോഫിറ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. TP4 വരെ എത്ര പിപ്സ് ആണെന്നുള്ളതും അതിനുശേഷം മാക്സിമം ആ ഒരു ഇതിൽ തന്നെ മാക്സിമം എത്ര വരെ ആ ഒരു സിഗ്നലിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇവിടെ നമ്മൾ കാണുന്നത് 9-ാം തീയതി മുതൽ 13-ാം തീയതി മൺഡേ ടു ഫ്രൈഡേ നമ്മളുടെ VIP ചാനലിൽ കൊടുത്തിട്ടുള്ള സിഗ്നൽസിന്റെ ഡീറ്റെയിൽസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ മൺഡേ നമ്മൾ 9-ാം തീയതി ഒരു സിഗ്നൽ കൊടുത്തിരുന്നു. അത് 50 പിപ്സ് ആണ് ഹിറ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ക്ലോസ്ഡ് ട്രേഡ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് ലോസ് ഒന്നും വന്നിട്ടില്ല. മാക്സിമം TP50 പിപ്സ് ആണ് ടോട്ടൽ പ്രോഫിറ്റ്. 50 പിപ്സ് വരെയാണ് നമുക്ക് ആ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. പിന്നെ 10-ാം തീയതി ചൊവ്വാഴ്ചയാണ് നെക്സ്റ്റ് സിഗ്നൽ കൊടുത്തിട്ടുള്ളത്. TP1 20, TP2 TP3 TP4 130 പിപ്സ് വരെയാണ് വെച്ചിരുന്നത്. പിന്നെ മാക്സിമം വെയിറ്റ് ചെയ്യുന്ന ക്ലയൻസ് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നമ്മൾ എക്സ്പെക്ടഡ് ടാർഗറ്റ്സ് ഒക്കെ വെച്ചിരുന്നു. ഓൾമോസ്റ്റ് 160 പിപ്സ് വരെയാണ് ആ ഒരു ട്രേഡ് മൂവ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് അത് SL വന്നിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 160 പിപ്സ് ആണ് ആ ഒരു ചൊവ്വാഴ്ചത്തെ സിഗ്നലിൽ ഏൺ ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ളത് ബുധനാഴ്ച 11-ാം തീയതി നമ്മൾ കൊടുത്തിരുന്ന സിഗ്നൽ ആണ്. TP1 TP2 TP3 150 പിപ്സ് വരെ ആ സിഗ്നൽ പോയിരുന്നു. 160 പിപ്സ് ആയിരുന്നു നമ്മളുടെ TP4. അത് ജസ്റ്റ് ഒരു മിസ്സാണ്, അത് ഹിറ്റ് ആവാതെ പോയിട്ടുള്ളത്. നമ്മളത് ക്ലോസ് ട്രേഡ് ആണ് പിന്നെ കൊടുത്തിരുന്നത്. അതിനുശേഷം SL ഒന്നും അതിൽ ഹിറ്റ് ആയിട്ടൊന്നുമില്ല. പിന്നീട് അത് മൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ആ ട്രേഡിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ക്ലയൻസിന് ഏൺ ചെയ്യാൻ പറ്റിയത് 150 പിപ്സ് വരെയാണ് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ 12-ാം തീയതി വ്യാഴാഴ്ച നമ്മൾ ഒരു സിഗ്നൽ കൊടുത്തിരുന്നു. അത് ജസ്റ്റ് ഒരു 10 പിപ്സ് മാത്രമേ പോയിട്ടുള്ളൂ. നമ്മളിവിടെ കൂട്ടിയിട്ടില്ല. ജസ്റ്റ് 70 പിപ്സ് അതിൽ SL ആണ്. അതൊരു ടോട്ടൽ ലോസിലേക്കാണ് വന്നിരിക്കുന്നത്. സേഫ് ട്രേഡേഴ്സിനും നോ ഹോൾഡേഴ്സിനും എല്ലാം അതിൽ ലോസ് വന്നിട്ടുണ്ട്. 70 പിപ്സ് ടോട്ടൽ ലോസിലേക്കാണ് ആ സിഗ്നൽ പോയിട്ടുള്ളത്. പിന്നീട് നമ്മൾക്ക് സിഗ്നൽ ഒന്നും പെർഫെക്റ്റ് എൻട്രി കിട്ടാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ല. പിന്നെ അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ളത് 13-ാം തീയതി ഫ്രൈഡേ നമ്മൾ ഒരു സ്കാൽപ്പിംഗ് സിഗ്നൽ ആണ് കൊടുത്തിരുന്നത്. ജസ്റ്റ് 30 പിപ്സ് ആണ് അത് ഹിറ്റ് ആയിട്ടുള്ളത്. പ്രോഫിറ്റ് സേഫ് ട്രേഡേഴ്സിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. 30 പിപ്സ് തന്നെയായിരുന്നു അതിന്റെ റിസ്കും വെച്ചിട്ടുണ്ടായിരുന്നത്. 60 പിപ്സ് ആയിരുന്നു നമ്മൾ പ്രോഫിറ്റും വെച്ചിട്ടുണ്ടായിരുന്നത്. ലോ ഹോൾഡേഴ്സിന് SL ഹിറ്റ് ആയിട്ടുണ്ട്. 30 പിപ്സ് അതിൽ ലോസ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു നെക്സ്റ്റ് സിഗ്നലും കൂടി കൊടുത്തിരുന്നു. അത് സെക്കൻഡ് സിഗ്നൽ ആണ്. അപ്പൊ അതിൽ നമുക്ക് TP1 TP2 TP3 TP4 120 പിപ്സ് വരെ ഹിറ്റ് ആയിട്ടുണ്ട്. നല്ല മൂവ്മെന്റ്സ് ഉള്ളത് കൊണ്ട് മാക്സിമം വെയിറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ടഡ് ടാർഗറ്റ്സ് എല്ലാം വെച്ചിരുന്നു. ഫ്രൈഡേ നമ്മൾ 200 പിപ്സ് വരെയാണ് ആ ഒരു സിഗ്നൽ പോയിട്ടുള്ളത്. അതിപ്പോഴും നിലവിൽ അത് റണ്ണിങ് ആണ്. അത് SL ഒന്നും ഹിറ്റ് ആയിട്ടില്ല.
അപ്പൊ അത് മൺഡേ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ, SL ഒക്കെ വെക്കാതെ വെയിറ്റ് ചെയ്യുന്ന ക്ലയൻസ് നമുക്കുണ്ട്. അവർക്ക് ഒരുപക്ഷെ മൺഡേ നല്ലൊരു പ്രോഫിറ്റിലേക്ക് പോകാനുള്ള ചാൻസസ് ഈ ഒരു സിഗ്നലിനുണ്ട്. അപ്പൊ ഫ്രൈഡേ നമുക്ക് 200 പിപ്സ് ആണ്. ടോട്ടൽ നമ്മൾ 6 സിഗ്നൽ ആണ് കൊടുത്തിരുന്നത്. ഒരൊറ്റ സിഗ്നൽ മാത്രമേ നമുക്കൊരു ടോട്ടൽ ലോസിലേക്ക് പോയിട്ടുള്ളൂ. ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 590 പിപ്സ് ആണ് ഓവറോൾ പ്രോഫിറ്റ്. അതായത് $59 ആണ് 0.01 ലോട്ട് സൈസിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സേഫ് ട്രേഡേഴ്സിന് 70 പിപ്സ് ലോസ് വന്നിട്ടുണ്ട്. ലോങ് ഹോൾഡേഴ്സിന് 100 പിപ്സ് ആണ്, അതായത് $10 ആണ് ലോസ് വന്നിട്ടുള്ളത്. പക്ഷെ ബാക്കിയെല്ലാം പ്രോഫിറ്റ് ആയതുകൊണ്ട് അതെല്ലാം റിക്കവർ ചെയ്തിട്ട് ടോട്ടൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 490 പിപ്സ് ആണ്. 490 പിപ്സ് എന്ന് പറയുമ്പോൾ $49 ആണ് 0.01 ലോട്ട് സൈസിൽ ഈ ഒരു നമ്മളുടെ ഈ വീക്കിൽ സിഗ്നൽ വെച്ചിട്ട് ക്ലയൻസിന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത് ഓരോരുത്തർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. ലോട്ട് സൈസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് കൂടുതൽ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും നമ്മളുടെ ഈ ഒരു സിഗ്നൽ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ട്രെയിനിങ് സെഷൻ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സ്ട്രാറ്റജി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് എടുക്കാനുള്ള ഒരു പെർഫെക്റ്റ് ട്രേഡർ ആക്കി മാറ്റുക എന്നുള്ള ഇന്റൻഷനാണ് നമ്മുടെ ട്രെയിനിങ് സെഷനുള്ളത്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ഗോൾഡിന്റെ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള ട്രേഡിംഗ് ചാനലാണ് നമുക്ക് ഉള്ളത്. അതിൽ ഒന്ന് ഫ്രീ ആയിട്ടുള്ള ചാനലാണ്. നമ്മളുടെ റെഫറൽ ലിങ്കിന്റെ അണ്ടറിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഫ്രീ സിഗ്നൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ മന്ത്ലി $15 ആണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് ഉള്ളത്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ കോമൺ ആയിട്ടുള്ള ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.